കുങ്കുമപ്പൂവില് ആ കാലത്ത് എനിക്ക് കിട്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു ആ കാലത്ത് ടെലിവിഷനിൽ ഒരു ഒരു ദിവസത്തെ റെമ്യൂണറേഷനാണ് 4500 4000 സംതിങ് ആയിരുന്നു. അവർക്ക് ദുബായിൽ നിന്ന് വന്നു പോകാനുള്ള ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാനത് ആക്ച്വലി ഒരു മണി അങ്ങനെ ചെയ്തതല്ല. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ബിസിനസ് ക്ലാസ് ട്രാവൽ ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1 lakhന് അടുത്ത് എനിക്ക് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. സോ ഇവരൊരു 8 ദിവസത്തെ ഇതിലായിരിക്കും വരിക. അവർക്ക് സാറിന് അവിടുത്തെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുക മാക്സിമം ഒരു 10,000 അല്ലെങ്കിൽ 12,000 ആണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എക്കോണമിയിൽ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തായിരുന്നു എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഏകദേശം 4 വർഷത്തോളം, ഏകദേശം 4 years ഞാൻ എൻ്റെ സ്വയം ടിക്കറ്റ് എടുത്താണ് എല്ലാ മാസം വന്നുകൊണ്ടിരുന്നത്. എനിക്ക് കിട്ടിയിരുന്ന 4,000 സംതിങ് ആയിരുന്നു. കോസ്റ്റ്യൂം തന്നെ എടുക്കണം, ജുവലറി തന്നെ എടുക്കണം, അങ്ങനെയായിരുന്നു. കുങ്കുമപ്പൂ കഴിയാറായപ്പോൾ എനിക്കൊന്ന് 4,000 സംതിങ് എന്നുള്ളത് ഒരു 5,500 എന്തോ ആയിട്ടുണ്ട് പെർ ഡേ. അത്രയായിട്ടുണ്ട്. ചേച്ചിക്ക് ശരിക്കും ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു ഈ ഒരു ഫീൽഡിനോട്. കാര്യം അതിനോട് കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ ജീവിച്ച് വളർന്ന് വന്നിരുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ട്രാവൽ ചെയ്ത രീതിയും ഒക്കെ ഒരു രീതിയിലായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് ഇനിയിപ്പോ എല്ലാ മാസം പോകണം തിരിച്ച് അങ്ങനെ വിടാൻ ശരത്തേട്ടൻ തയ്യാറുമായിരുന്നില്ല. സോ ഹി വാസ് റെഡി ടു ഡു ദാറ്റ് ടു സപ്പോർട്ട് മീ. ഓൾവേസ് റെഡി ആയിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന അതൊരു മണി മേക്കിംഗ് എന്നുള്ള, പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടല്ല വീണ. ആ ഒരു കഥാപാത്രം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഹൈറ്റ്സിൽ തന്നെ എത്തിച്ചു. അത് ശരിയാണ്.